ഇനി അടുത്ത് പറയാത് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മുടെ കോൾ ബൈ വാല്യൂ പാസ് ബൈ വാല്യൂ പറഞ്ഞിരുന്നു അല്ലെ ഫംഗ്ഷൻസിൽ. അതേ കോൺസെപ്റ്റിനാണ് ഇവിടെ. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടു ആർഗ്യുമെന്റ്സ് ഉണ്ട്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്സ് ആർ യൂസ്ഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിൽ വരുന്ന വാരിയബിൾസിനെ ആണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്നുള്ളത്. അതുപോലെ വാരിയബിൾസ് ആർ യൂസ്ഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ വി കോൾഡ് ആസ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാപ്പിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ വെച്ച് ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ പാസ് ചെയ്താലും ആ സ്വാപ്പിംഗ് ചെയ്ത് തിരിച്ചു കിട്ടുമ്പോഴും അതിന്റെ ഒരു കോപ്പി മാത്രമാണ് ആക്ച്വലി ഒരു കോപ്പി മാത്രമാണ് ഫോമിൽ അയക്കുന്നത് കൊണ്ട് എന്ത് ചേഞ്ച് വന്നാലും അത് നമ്മുടെ ആക്ച്വലിനെ എഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് മാറ്റുന്നതാണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് എന്താണ് അഡ്രസ് ആണ് അയച്ചു കൊടുക്കുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് ഡയറക്ട്ലി നിങ്ങൾക്ക് തരുന്നത് പോലെയാണ്. അപ്പൊ നിങ്ങളോട് കുത്തി വരച്ച എന്റെ ബുക്കിൽ തന്നെയാണ് കേട് വരുന്നത്. ആ കോൺസെപ്റ്റ് ആണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൾ ബൈ റെഫറൻസ് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഡയറക്ട്ലി ആ ഒരു വാരിയബിൾസിന് ആക്ച്വൽ ആർഗ്യുമെന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ഒന്നും കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്തും അവിടെ പോയി ചെയ്യാം എന്നുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചേഞ്ചുകൾ ഫോമിൽ വരുന്നു അതൊക്കെ ആക്ച്വലിലും റിഫ്ലക്ട് ആവും. അതാണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാൻ നേരത്തെ അതേ സെയിം പ്രോഗ്രാം ആണ്, ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് സ്റ്റാറുകളും ആൻഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ നമ്മൾ പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ലൈൻസുകൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യില്ല ആദ്യം, ബിക്കോസ് ഫംഗ്ഷൻ കോൾ ഇല്ലാണ്ട് ഇത് വർക്ക് ആവില്ല. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ രണ്ട് വാരിയബിൾസ് എടുത്തിട്ടുണ്ട്, എക്സും വൈയും. ഈ എക്സും വൈയിന് നമ്മൾ യൂസറിൽ നിന്ന് സാധനം വാങ്ങിച്ചു. അത് നമ്മൾ ബിഫോർ സ്വാപ്പിംഗ് പോലെ പ്രിന്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് യു ഓൾറെഡി നോ ദിസ് ഇസ് ഫംഗ്ഷൻ കോൾ. ദിസ് ഇസ് ഫംഗ്ഷൻ കോൾ. ഇവിടെ എക്സും വൈയും ആണ് ആക്ച്വൽ പാരാമീറ്റർ. പക്ഷെ അവിടെ കണ്ടറിയാം നമ്മൾ എക്സ് കോമ വൈ അല്ല കൊടുത്തിരിക്കുന്നത്, ആൻഡ് എക്സ് കോമ ആൻഡ് വൈ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അഡ്രസ് ആണ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റാർ എയിൽ നമ്മൾ അഡ്രസ് ആണ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു പോയിന്റർ ആണ്, എയും ബിയും. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഈ അഡ്രസ്സുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? നോർമൽ ആയിട്ടുള്ള വാരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ അതായത് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മളിവിടെ രണ്ട് പോയിന്റേഴ്സിനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റേഴ്സ് എ എന്ന് പറഞ്ഞ പോയിന്റർ എടുക്കുന്നത് എക്സിന്റെ അഡ്രസ്സും ബി എന്ന് പറഞ്ഞ പോയിന്റർ വൈന്റെ അഡ്രസ്സും ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചേഞ്ച് എയിലും ബിയിലും വന്നു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി ആർക്കും റിഫ്ലക്ട് ആവും, എക്സും വൈയിലും റിഫ്ലക്ട് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എപ്പോഴത്തെയും പോലെ ഒരു മൂന്നാമത്തെ ഒരാൾ വന്നാൽ മാത്രമേ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡയറക്റ്റ്ലി എപ്പോഴും എഴുതാം ടെംപ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ടെംപ് എന്നായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരണം. ടെംപ് ഈക്വൽ ടു സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി ഈക്വൽ ടു ടെംപ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചു. പണി കഴിഞ്ഞു. തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നു. അവിടെ ആഫ്റ്റർ സ്വാപ്പിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് റൺ ചെയ്ത് നോക്കാം ഇത് ചേഞ്ച് വന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ 10ഉം 20 കൊടുക്കണം. അപ്പൊ എനിക്ക് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് 20 10 കിട്ടണം. കിട്ടോ നോക്കാം. അപ്പൊ ബിഫോർ സ്വാപ്പിംഗ് എക്സിന്റെ വാല്യൂ 10 ആയിരുന്നു, വൈന്റെ വാല്യൂ 20 ആയിരുന്നു. ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സിന്റെ വാല്യൂ എന്തായി? 20, വൈ ഈക്വൽ ടു 10 ആയി. അതായത് നിങ്ങൾ ഫംഗ്ഷന്റെ ഉള്ളിൽ ചെയ്ത പ്രോഗ്രാം, ഫംഗ്ഷന്റെ ഉള്ളിൽ ചെയ്ത ടാസ്ക് ഓട്ടോമാറ്റിക്കലി ആക്ച്വലിലും റിഫ്ലക്ട് ആയി. അതാണ് കോൾ ബൈ റെഫറൻസ്. അതായത് നമ്മൾ വാരിയബിൾസിന്റെ അഡ്രസ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചേഞ്ചുകൾ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ചേഞ്ച് വരും. അതാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂവിൽ നമ്മൾ അതിന്റെ വാല്യൂ ഒരു കോപ്പി എടുത്തിട്ടാണ് അയച്ചു കൊടുക്കണം. അപ്പൊ ഫോർമലിൽ എന്ത് ചേഞ്ച് വന്നാലും അത് ആക്ച്വലിനെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. അതാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ. ഒന്ന് നമ്മൾ 4th മോഡൽ പഠിച്ചു, ഒന്ന് നമ്മൾ 5th മോഡലിൽ പഠിച്ചു. രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡിഫറൻസുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൻ കോൾ ബൈ വാല്യൂ നിങ്ങൾ അറിയേണ്ട പോയിന്റ് ആക്ച്വൽ പാരാമീറ്ററിന്റെ ഒരു കോപ്പി മാത്രമാണ് ഫോമിലേക്ക് പോകുന്നത്. സോ എനി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ഫോമൽ വിൽ നോട്ട് റിഫ്ലക്ട് ഓൺ ആക്ച്വൽ പാരാമീറ്റർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസിൽ the original actual parameters address is sharing with the formal parameter pointers. So any changes happening in the formal will be automatically reflected on the actual parameter also. Okay. In call by value, actual parameters will remain safe. അതായത് ഒരു ചേഞ്ചും അതിൽ നടക്കുന്നില്ല, അതുകൊണ്ട് സേഫ്റ്റി ഉണ്ട്. പക്ഷെ in the case of call by reference, alterations to for actual and arguments is possible within, because we are sharing the address. That is the basic difference between call by value and call by reference. Very important topic in C program. Thank you.